നമസ്കാരം. ഇപ്പോൾ ഉള്ളത് പോലീസ് സ്റ്റേഷനിലാണ്. ഞാൻ ഈ കുട്ടിക്കും ഇതുപോലെ തന്നെ മാരകമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ കുട്ടിക്ക് എണീറ്റ് നടക്കാൻ പോലും വയ്യ. അവരുടെ കാലുകളിൽ ഏറ്റേക്കുന്ന ക്ഷതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആജീവനാന്തം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് അതിനെ തല്ലിച്ചതച്ചിരിക്കുന്നത്. ഈ വീഡിയോയിൽ ഞാൻ കൊടുക്കുന്ന പോലെ കട്ടാമ്പാര ഉപയോഗിച്ചിട്ടാണ് കൊലപാതക ശ്രമം വരെ നടത്തിയിരിക്കുന്നത്. ഇതുപോലെ 2-3 കുട്ടികൾക്ക് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ടിട്ടിരിക്കുകയാണ്. ആ കുട്ടിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. മനുഷ്യനായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് വ്യക്തികൾ മനുഷ്യത്വത്തിന് നിരക്കാത്ത രീതിയിൽ ഞങ്ങൾ ഒരുപാട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ പൊതു ഇടങ്ങളിലൂടെയും ഞങ്ങൾക്ക് അക്സെപ്റ്റൻസ് തരുന്നു, മാറ്റങ്ങളുണ്ടെന്ന് പറയുന്നെങ്കിലും ഈ ഒരു കാഴ്ച ഭയങ്കര ദുഃഖകരം തന്നെയാണ്. ഞങ്ങളേ ഉള്ളൂ. ഏതൊരു ഗവൺമെൻറ് വന്നാലും, ഏതൊരു നിയമപാലകർ വന്നാലും, പൊതുജനങ്ങൾ വന്നാലും ഞങ്ങൾ ഇത്തരത്തിലുള്ള മൃഗീയമായ കാട്ടിക്കൂട്ടലുകൾ, മരണം വരെ സംഭവിക്കാവുന്ന രീതിയിലുള്ള കാട്ടിക്കൂട്ടലുകളാണ് ഞങ്ങളിവിടെ കണക്കുകൂട്ടിയിരിക്കുന്നത്. ഈ കുട്ടികൾക്ക് അടക്കമുണ്ടാവുന്ന അവരുടെ കാലടക്കം തല്ലി ചതച്ച് വെച്ചിരിക്കുകയാണ്. അത്തരത്തിലുള്ള മൃഗീയമായ നിങ്ങൾ കാണുന്നതിൽ ഇത്രയും പ്രശ്നങ്ങളോട് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അവർ ഒരു തരത്തിലുള്ള പ്രൊവോക്കിങ്ങും ഉണ്ടാവാതെയാണ് അവരെ കയറി ഉപദ്രവിച്ചത്. പോലീസുകാർ ഞങ്ങൾക്കെതിരെ ഒരു ആക്ഷനും കൃത്യമായി എടുക്കുന്നില്ലെന്ന് തന്നെയാണ് ശരിക്കും ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നെഗറ്റീവ് കമൻസ് ഇടുന്ന ആൾക്കാരോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ. ഞങ്ങളും ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ ജീവിക്കുന്ന മാനുഷിക പരിഗണനയുള്ള മനുഷ്യരാണ്. ഞങ്ങളെയും സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കുടുംബത്തെ കൊണ്ടുവരില്ലെങ്കിൽ ഞങ്ങൾക്ക് സാമാന്യം ജീവിക്കാനുള്ള റൈറ്റ്സ് ഞങ്ങൾക്ക് തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്.